ജനുവരി 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. ലോകത്തിലെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഈ സമയം ഉത്തർപ്രദേശ് പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തുന്നത്. തീർത്ഥാടകരുടെ തിരക്ക് മാനിച്ച് വൻ പദ്ധതികളാണ് ഇത്തവണ റെയിൽവേ ആസൂത്രണം ചെയ്യുന്നത്. 1609 കോടിയുടെ പദ്ധതികളാണ് പ്രയാഗ്രാജിലും വാരണസി ഉൾപ്പെടെ പ്രധാന സ്റ്റേഷനുകളിലും നടപ്പാക്കുന്നത്. 1400 CCTV ക്യാമറകളും 200 ഫേസ് റെക്കഗ്നൈസ് ക്യാമറകളും സ്റ്റേഷനുകളിൽ സജ്ജമാക്കി. പ്രയാഗ്രാജ് ജംഗ്ഷൻ സ്റ്റേഷനിലെ സർവെയിലൻസ് റൂമിൽ 24 മണിക്കൂറും നിരീക്ഷണ സംവിധാനം. കുംഭമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 13,000-ലേറെ ട്രെയിനുകൾ രാജ്യത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സർവീസ് നടത്തും. 2025 മഹാകുംഭമേളയോടനുബന്ധിച്ച് 10,000 റെഗുലർ ട്രെയിനുകളും 3,000 സ്പെഷ്യൽ ട്രെയിനുകളും സർവീസ് നടത്തും. ഈ 3,000 സ്പെഷ്യൽ ട്രെയിനുകളിൽ 1,800 ട്രെയിനുകൾ ഹ്രസ്വദൂരത്തിലും 700 ട്രെയിനുകൾ ദീർഘദൂരത്തിനും 560 ട്രെയിനുകൾ റിംഗ് റെയിൽ ലൈനിലും സർവീസ് നടത്തും. പ്രയാഗ്രാജ്, അയോധ്യ, വാരണസി, പ്രയാഗ്രാജ് സംഗം, പ്രയാഗ്, ജൻപൂർ, പ്രയാഗ്രാജ്, ഗോവിന്ദ്പുരി, പ്രയാഗ്രാജ്, ചിത്രകൂട്, ഗോവിന്ദപുരി, ഝാൻസി, ഗോവിന്ദ്പുരി, പ്രയാഗ്, പൂർണിമ, കപൂർ, ചിത്രകൂട്, ഝാൻസി എന്നിവ റൂട്ടിലൂടെയാകും റിംഗ് റെയിൽ സർവീസ് നടത്തുക. 10 സ്റ്റേഷനുകളിലായി 560ഓളം ടിക്കറ്റ് കൗണ്ടറുകളും റെയിൽവേ തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം 10 ലക്ഷത്തോളം ടിക്കറ്റുകൾ ഈ കൗണ്ടറിൽ നിന്ന് നൽകാൻ കഴിയും. പ്രയാഗ്രാജ് ജംഗ്ഷൻ, സുബേദർഗഞ്ച്, നൈനി, പ്രയാഗ്രാജ് ചേകി, പ്രയാഗ് ജംഗ്ഷൻ, ഫഫൌമ, പ്രയാഗ്രാജ് രാംബാഗ്, പ്രയാഗ്രാജ് സംഘം, ജുൻസി എന്നീ സ്ഥലങ്ങളിലാണ് ടിക്കറ്റ് കൗണ്ടറുകൾ തുറക്കുന്നത്. തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് 18,000-ലധികം RPF ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി പ്രയാഗ്രാജിലേക്ക് എത്തിക്കുമെന്ന് നോർത്ത് സെൻട്രൽ റെയിൽവേ ജനറൽ മാനേജർ ഉപേന്ദ്രചന്ദ്ര ജോഷി അറിയിച്ചു. കൂടാതെ കൂടുതൽ വിശ്രമ മുറികളും വൈദ്യസഹായവും ഉറപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ പുതിയ റെയിൽവേ ടൈം ടേബിൾ നിലവിൽ വന്നു. മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസിന്റെ വേഗം 30 മിനിറ്റ് കൂട്ടും. എറണാകുളത്ത് പുലർച്ചെ 3:10-നും കൊല്ലത്ത് 6:25-നും തിരുവനന്തപുരത്ത് രാവിലെ 8:30-നും എത്തും. ഇപ്പോൾ രാവിലെ 9-നാണ് തിരുവനന്തപുരത്ത് എത്തുന്നത്. ചെന്നൈ ഗുരുവായൂർ എക്സ്പ്രസ് 35 മിനിറ്റ് വേഗം കൂട്ടും. രാവിലെ 9:45-ന് പകരം 10:20-നായിരിക്കും ചെന്നൈയിൽ നിന്ന് പുറപ്പെടുക. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസ് രാവിലെ 5:25-ന് പകരം 5:20-ന് പുറപ്പെടും. 9:40-ന് എറണാകുളം നോർത്തിലെത്തും. ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് ഏറ്റുമാനൂർ മുതൽ തിരുവനന്തപുരം പേട്ട വരെയുള്ള സ്റ്റേഷനുകൾ ഏതാനും മിനിറ്റ് നേരത്തെ എത്തും. തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ് 4:50-ന് പകരം 4:35-നകം കൊല്ലത്ത് നിന്ന് പുറപ്പെടുക. തിരുനെൽവേലി മുതൽ എറണാകുളം നോർത്ത് വരെയുള്ള സ്റ്റേഷനുകളിൽ ട്രെയിൻ നേരത്തെ എത്തും. തിരുവനന്തപുരം മംഗളൂരു എറണാട് എക്സ്പ്രസ് 3:35-ന് പകരം 3:40-നും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടും. രാവിലെ 6:50-ന്റെ കൊല്ലം തിരുവനന്തപുരം പാസഞ്ചർ 6:58-നായിരിക്കും പുറപ്പെടുക. എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ് 5:05-ന് പകരം 5:10-ന് പുറപ്പെടും. കൊച്ചുവേളി നാഗർകോവിൽ പാസഞ്ചർ ഉച്ചയ്ക്ക് 1:40-ന് പകരം 1:25-ന് പുറപ്പെടും. മധുര ഗുരുവായൂർ എക്സ്പ്രസ് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 15 മിനിറ്റും മംഗളൂരു കണ്ണൂർ പാസഞ്ചർ 40 മിനിറ്റും വേഗം കൂട്ടും. കൊല്ലം ചെന്നൈ അനന്തപുരി എറണാകുളം ബിലാസ്പൂർ ട്രെയിനുകളുടെ വേഗം യഥാക്രമം 15 മിനിറ്റ് 10 മിനിറ്റ് എന്നിങ്ങനെ കൂട്ടും. തിരുവനന്തപുരം നോർത്ത് യശ്വന്ത്പുര AC വീക്കലി സൂപ്പർഫാസ്റ്റ് ട്രെയിൻ എക്സ്പ്രസ് ആക്കി മാറ്റും. ട്രെയിനുകളുടെ വിശദമായ സമയക്രമം അറിയാൻ നാഷണൽ ട്രെയിൻ എൻക്വയറി സിസ്റ്റം മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. പാലം കമ്മീഷനിങ്ങിന് ശേഷം തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ് രാമേശ്വരത്തേക്ക് നീട്ടുന്നതും ടൈം ടേബിളിൽ ഇടം പിടിക്കുമെങ്കിലും പുതിയ പാമ്പൻ പാലം കമ്മീഷൻ ചെയ്ത ശേഷമേ ട്രെയിൻ നീട്ടുന്നത് പ്രാബല്യത്തിൽ വരൂ. എറണാകുളത്ത് അവസാനിക്കുന്ന പൂനെ സർവീസുകൾ കോട്ടയത്തേക്ക് നീട്ടുന്നതും പരിഗണിച്ചിരുന്നുവെങ്കിലും റെയിൽവേ ബോർഡിൽ നിന്ന് അന്തിമ അനുമതി ലഭിക്കാത്തത് മൂലം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.